ഗൈസ് ഡേ 2 കോഫി. ഞാൻ നേരത്തെ എണീറ്റ്, ഉമ്മാരൊക്കെ എണീറ്റപ്പോൾ ലേറ്റായി. നീ ഇപ്പോഴാണ് എണീറ്റ്. ഞാൻ 7-6 മണിക്കാണ് എണീറ്റ്. ഇത് ഉമ്മാരുടെ റൂമിൽ നർമ്മു ഉറങ്ങുന്നു. നർമ്മു ഗുഡ് മോർണിംഗ്. വ്ളോഗിൽ ആയാണിക്ക് ഓക്കേ. റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടില്ല. റെസ്റ്റോറൻറ്റ് 8 മണിക്ക് ഓപ്പൺ ആകും. സോ കോഫി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചല്ലേ അല്ലേ? സോ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ട് കാണാം. ഇഷ്ടോ അവിടെ നിന്ന് ടാറ്റ കാണിക്കുന്നു. അപ്പം നമുക്ക് ഇനി ഫുഡ് കഴിക്കാറാകുമ്പോൾ കാണാം. പിന്നെ ചിലപ്പോൾ പൂളിലിറങ്ങും അല്ലേ അഫ്സൽ? അതെ ഗൈസ്. അപ്പം നമ്മുടെ ഫുഡ് വന്നു. നമ്മളെ ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ്. എന്തൊക്കെയാന്ന് പറ. നമ്മള് ഇടിയപ്പം ഉണ്ട്, ഒരു ഓംലെറ്റ് ഉണ്ട്, ഒരു പ്ലെയിൻ ഉണ്ട്, പിന്നെ 4 വാട്ടർമെലൺ ജ്യൂസ്, 2 കട്ട് ഫ്രൂട്ട്സ്, ബ്രെഡ് ടോസ്റ്റ്, പിന്നെ ഇത് ഡെസേർട്ട് ആണ്. പിന്നെ ഇവിടെ പൂരി ഉണ്ട്, മസാല ഓംലെറ്റ് എല്ലാം ഉണ്ട് ഗൈസ്. യെസ്. നമുക്ക് ഫുഡിന്റെ വ്യൂ പിന്നെ ഗൈസ് കഴിച്ചതിന് പറയാം അല്ലേ? ഓക്കെ. കഴിച്ചതിന്റെ പൂളിലാണ് ഗൈസ് നമ്മള്. ഓക്കെ. അപ്പൊ നമ്മള് കഴിക്കട്ടെ അല്ലേ? ബൈ ബൈ ഗൈസ്. അപ്പൊ നമ്മളിവിടെ പൂളാണ്. അടിപൊളി വൈബാണ്. തണുത്ത വെള്ളം, തണുപ്പാണ് വിറയ്ക്കുന്ന ഒടുക്കത്തെ തണുപ്പ്. എല്ലാരും തെറ്റ് വൈബാണ്. വ്യൂ ഉണ്ട് ഗൈസ്. കിടിലം വ്യൂ. ചാടി ഇറക്കിയിട്ടിരിക്കുവാണ്. ചാടി കറവു. ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ചു നേരം പൂൾ എൻജോയ് ചെയ്യട്ടെ. പൂള് കഴിഞ്ഞിട്ട് വരാം. ബൈ ബൈ ഗൈസ്. ഗൈസ് ഇപ്പൊ മഞ്ഞിറങ്ങി. നല്ല മഴ ചാടുന്നുണ്ട്. മഴയും പെയ്യുന്നു, മഞ്ഞും ഇറങ്ങി, നല്ല തണുത്ത വെള്ളം. പൊളി. അപ്പൊ കുറച്ചുകൂടെ നീന്തട്ടെ, എന്നിട്ട് കയറാം. ഞങ്ങള് ഇപ്പൊ 1 മണിക്കൂറായി കാണുമല്ലേ നീന്താണോ ഒഴുകിട്ട്? 1.5 മണിക്കൂറായിക്കാണ്. അപ്പൊ അവിടേക്ക് മഞ്ഞിറങ്ങി. ഇവിടെ ഫുള്ള് മഞ്ഞായിരുന്നു ഗൈസ്. അങ്ങനെ ഇത് നേരെ കൊടൈക്കനാൽ നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങി. ഇതെന്തിന് തലകടി ഫോണോ വെച്ചിട്ടോടാ? അപ്പൊ കൊടുത്തിട്ട് വട്ടെ, നമ്മൾ റിസപ്ഷനിലോട്ട് പോട്ടെ. യെസ് ഗൈസ്. അപ്പൊ നമ്മൾ വണ്ടിയിലെത്തിയിട്ട് കാണാം. ഇനി ബാക്കി പേയ്മെന്റ് ചെയ്യണം. റെസ്റ്റോറൻറ്റിന് ഫുഡ് കഴിച്ചതിൻ്റെ അതെല്ലാം ചെയ്തിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ വണ്ടി കയറി. അപ്പം നമ്മൾ മൂന്നാർ വിടുകയാണ് ഗൈസ്. നേരെ കൊടൈക്കനാൽ പോവാണ്. ഇനി നമുക്ക് വരുന്ന വഴി കാണാം ഗൈസ്. ഓക്കെ ഗൈസ്. ഇതാണ്ട് പോണ വഴി ഇതാണ്. ക്ലാസ് തുറന്നാണിക്ക് വീട്ടിലും നല്ല ചെറിയ ചെറിയ മഴയുണ്ട് ഗൈസ്. അതന്നെ ചാറ്റൽ മഴയും കോടമഞ്ഞുണ്ട്. സെറ്റാണ് ഗൈസ്. സെറ്റ്. പിന്നെ നമ്മൾ എവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ റെയിൻ കോട്ടൊക്കെ മേടിച്ച് ഒരു കിടില കോട്ട് ഉണ്ടപ്പോൾ നിർത്തിയതാ. നമ്മൾ വണ്ടി അവിടെ ഒതുക്കി. കോട്ട്. അയ്യോ 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 വണ്ടി ഓടുന്നു. ഇതാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോണ വഴി. എങ്ങനെയുണ്ട് നെർമോ? സെറ്റാണ്. നമ്മളിപ്പം നേരെ ടോപ്പ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷൻ. അപ്പൊ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട്? അങ്ങോട്ട് പോണ വഴികളൊക്കെ എങ്ങനെയുണ്ട്? നല്ല മനോഹരമാണ് ഗൈസ്. ഇവിടെ കുറെ ടീ ഇതൊക്കെ ഉണ്ട്. ടീ ഫാക്ടറി, ടീ എസ്റ്റേറ്റ്, മഞ്ഞിറങ്ങിയ വിഷയം. ഇവിടുത്തെ ആൾക്കാരൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഫാക്ടറി വിസിറ്റ്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ വഴികളല്ലേ? അതെ, അടുത്ത ടീ എസ്റ്റേറ്റ്. നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാൻ പറ്റും. കിടിലൻ ചായ കിട്ടും. ഇനി എത്ര? ഇനി നമുക്ക് 10-20 കിലോമീറ്റർ ഉണ്ടല്ലേ? സോ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? മാട്ടുപ്പെട്ടി ഡാം എത്തി. മാട്ടുപ്പെട്ടി ഡാം
മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാമാണ് ഗൈസ്. ഡാം എന്താ പറയാനുള്ള മാട്ടുപ്പെട്ടി ഡാമിലാണ് നമ്മളിപ്പോ. ഇപ്പൊ വെള്ളം ഫുള്ളായിട്ട് ഇരിക്കുവാന്ന് തോന്നുന്നത്. മാട്ടുപ്പെട്ടി ഡാം ഫുള്ള് ആൾക്കാർ, രണ്ട് സൈഡിലും ആൾക്കാർ പോവുക. ഈ സൈഡ് ആൾക്കാർ, ഈ സൈഡ് ആൾക്കാർ, ഫുൾ ആൾക്കാർ. പൈനാപ്പിൾ നമുക്ക് വേണ്ട. പൈനാപ്പിൾ കഴിച്ചാൽ ശരിയാത്തില്ല. അല്ലാ, താത്താമാരെല്ലാം വെറുതെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തെത്തി കാണാം. എവിടെ എത്തി നമ്മൾ? നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മളിപ്പം ടോപ്പ് സ്റ്റേഷൻ എത്തി. അവിടെ ഒരു അങ്ങ് കാണുന്നുണ്ടോ? അതേതോ തമിഴ്നാടെന്തോ തോന്നുന്നു. എങ്ങനെയുണ്ട് ചെറുപ്പം? പ്ലീസ്. ഒരു വലിയ ഡ്രൈവിന് ശേഷം ഇവിടെ എത്തിയ. ഒരു 2 hours ഡ്രൈവ്. അയ്യോ കൊയഞ്ഞ്. ചെറിയ മഴയുണ്ടല്ലേ? ചെറിയൊരു ചാറ്റൽ മഴ. മറ്റേ സാധനം എടുത്തില്ല, അതിന്റെ പേരെന്താ? റെയിൻകോട്ട്. ഗൈസ്, നമ്മൾ മാഗി കഴിക്കുക. ചൂടത്ത് കഴിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നൂഡിൽസ് വന്ന് നൂഡിൽസ് വന്നിരിക്കുകയാണ്. കഴിച്ചു നോക്ക്. നല്ല ചൂടാണ്, വായിൽ കയറും പൊള്ളും. കഴിച്ചു നോക്കാം. കുറച്ച് കഴിച്ചു നോക്ക്. കുറച്ച് കഴിക്കും, സ്വല്പം. അത് കഴിച്ചു നോക്ക്. കഴിക്ക്. എങ്ങനെയുണ്ട്? നല്ല ഏരിയയാണ്. സ്പൈസി, ഭയങ്കര സ്പൈസിയാണ്. കുറച്ച് കുഴപ്പമില്ല. നല്ല ഇതുണ്ടാക്കിയിട്ടുണ്ട് ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാല്ലേ? ഓക്കേ, മാഗി കഴിച്ചു. അയ്യോ, നെയ്സ് അടിച്ചു. എന്തൊരു എരിയല്ലേ! ലൈഫിൽ എത്ര എരിയുള്ള മാഗി കഴിച്ചിട്ടില്ല. 2 കുപ്പി വെള്ളം പിടിച്ചല്ലേ, അത്രയ്ക്ക് എരി. വീഡിയോ എടുക്കുന്ന ആളുടെ ഫേസ് റിവീൽ ചെയ്യണം. 100K സബ്സ്ക്രൈബേഴ്സ് ആയ ഫേസ് റിവീൽ അല്ലേ? നൂറ്റാണ്ടില്ല. സോ നമുക്ക് കളിയാക്കുന്നുണ്ട് ഗൈസ്, നൂറ്റാണ്ടില്ലാന്ന്. സബ്സ്ക്രൈബ് ചെയ്യണം. സോ നമുക്കിനി ടോപ്പ് സ്റ്റേഷൻ കാണാൻ പോവാം. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തി. ജാക്കറ്റ് മേടിച്ചല്ലേ? ഒരു ജാക്കറ്റ് മേടിച്ചു. $1,500. യെസ്, HMKയുടെ. എങ്ങനെയുണ്ട് ബാക്കില് വ്യൂ? ഏത് വ്യൂ ആണ്? നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ കാണുന്ന അത് കമ്പം തേനിയാണ്. ആ സ്ഥലം. അപ്പം ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ താഴേന്നൊരു വഴിയുണ്ട്. അതിലിങ്ങനെ നടന്ന് ഇതിൽ നടന്ന് അങ്ങ് താഴെ പോകാൻ പറ്റും. അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. ചിലപ്പോൾ നമ്മളങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും. അതിലെ ഒരു വഴിയുണ്ട്, പിന്നെ ഇതിലെ ഒരു വഴിയുണ്ട്. ഇത് അവന്മാർ അടച്ചു വെച്ചേക്കും, പക്ഷെ നമുക്ക് തുറക്കാൻ പറ്റും. പോട്ട് ഇതിലെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് പോകണമെങ്കിൽ, ഇതിലെ സേഫ്റ്റി ആയിട്ട് പോകണമെങ്കിൽ അപ്പുറം. നമ്മൾ അഡ്വഞ്ചർ ആവാൻ വിചാരിച്ചല്ലേ. ഇതിൽ പോണത് ரொம்ப കഷ്ടം, പക്ഷേ അഡ്വഞ്ചർ അടിപൊളി വൈബാണ്. പക്ഷെ ഇതിപ്പോൾ സീസൺ ടൈം അല്ല. സീസൺ ടൈമാണെങ്കിൽ ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല അല്ലേ? ഇവിടെ മഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലേ. വീണ്ടും പ്ലാൻ മാറ്റി, അതിനെയും കാട്ടി അഡ്വഞ്ചർ ഇതാണ് അല്ലേ? നമ്മൾ ഈ വഴി ഇറങ്ങാൻ വിചാരിച്ച് താഴോട്ട്. അതെ, അയ്യോ. നമുക്ക് താഴെ എത്തിയിട്ട്
കാണാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ബോട്ടിങ്ങിന് പോവാണ് ഗൈസ്. ബോട്ടിങ് മാട്ടുപ്പെട്ടി ഡാമല്ല, വേറെ എന്തൊരു ഡാമിൽ മലയാണ്. അല്ല പൂവാണ്. അല്ല എന്തൊക്കെയാണ് പൂവാണ്. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അവിടെ ആ സ്ഥലത്തെത്തിയിട്ട് ഗാനോ. അപ്പൊ നമ്മൾ സ്പോട്ട് മാറ്റി, നമ്മള് ഡാം മാറ്റിയിട്ട് വട്ടവട പോവാണ്. വട്ടവട വൈൽഡ് ലൈഫ് ഫോറസ്റ്റിലാണ് നമ്മളിപ്പോ ചെക്ക് പോയിന്റ് ഒക്കെ കഴിഞ്ഞു. അതെ, നമ്മളിപ്പോ ഫോറസ്റ്റ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വൈൽഡ് ആനിമൽസിനെ ചിലപ്പോ കാണാൻ പറ്റും, ചിലപ്പം നമുക്ക് കാണാൻ പറ്റും. കാണുവാണെങ്കിൽ നമ്മൾ കാണിച്ചു തരും അല്ലേ? ഉറപ്പാടും കാണിച്ചു തരും ഗൈസ്. ഇതാണ് വഴി, അടിപൊളി വഴിയാണ്. ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഇവിടെ റോട്ടിൽ നിർത്തി കഴിഞ്ഞാൽ അപ്പ ഫൈനാ. അപ്പൊ ഫോറസ്റ്റുകാർ വന്ന് ഫൈൻ അടിച്ചുകൊണ്ട് പോകും. യെസ്, അപ്പൊ നമുക്ക് വട്ടവട എത്താറാകുമ്പോ കാണാം. ഇതിനകത്ത് ഒരു വ്യൂ ഇനിയുണ്ട്, അത് വരുമ്പോ നമ്മൾ കാണിക്കാം അല്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. രണ്ട് സൈഡിലും മറ്റേ മരം. ഇത് എന്താ പേര് പറയുന്ന മരത്തിന്? യൂക്കാലിപ്സ് മരം. ഇതാണ് യൂക്കാലിപ്സ് മരം. ഈ രണ്ട് മരത്തിന്റെ ഇടയിൽ കൂടെ ഉള്ള വഴി കൂടെയാണ് നമ്മൾ പോണത് അല്ലേ? അപ്പൊ നമ്മൾ വട്ടവട വില്ലേജ് വ്യൂയിലെത്തി. ഇത് വില്ലേജ്, ഇവിടെ കുറെ വില്ലേജസ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല, ആ വൈറ്റ് ഇത് കണ്ടോ? ആ വൈറ്റ് ഫുള്ള് സ്ട്രോബെറി ഫാമാണ്. സ്റ്റെപ്പ് ഇതെല്ലാം സ്ട്രോബെറി ഫാമാണ്. ഇവിടെ മേടിക്കാൻ കിട്ടും, ഈ കടയിൽ മേടിക്കാൻ കിട്ടും സ്ട്രോബെറി. ഇവിടെ എല്ലായിടത്തും സ്ട്രോബെറി മേടിക്കാൻ കിട്ടും. അടിപൊളിയാണ് ഇവിടെ നല്ല. ഇപ്പൊ നമ്മള് വട്ടവടയിൽ തിരിച്ച് മൂന്നാർ എത്തിയിട്ടുണ്ട്. മൂന്നാറില് കാണുന്നുണ്ട, അതാണ് പൊളിഞ്ഞു വീണ സ്ഥലം. മണ്ണിടിച്ചില് വീണതാണ് അത് റെഡിയാക്കിയെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, അപ്പം ഇനി അടുത്ത് ഇങ്ങോട്ട് നടന്ന് ഒരു പ്ലാനും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ടീ ബ്രേക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ധർമ്മു ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞല്ലേ നമ്മള്? ഒരെണ്ണം ബ്രെഡ് ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ കഴിക്കണം ഗൈസ്. യെസ്, വായിന്ന് പോകണല്ലേ? ഇപ്പൊ പോകുന്നില്ല, ചായ പിടിക്കണല്ലേ? ചായ പിടിച്ചിട്ട് നമ്മൾ നേരെ കൊടൈക്കനാൽ. ഇത് ക്യാപ് റോഡാ, ഇതാണ് ക്യാപ് റോഡ്. യെസ്, നമ്മൾ പോകുന്ന വഴിയാണിത്. എങ്ങനെയുണ്ട് ചേർന്നു? സൂപ്പർ ഗൈസ്, സൂപ്പർ. നല്ല നോക്ക് ഗൈസ്, മഞ്ഞൊക്കെ മൂടിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ വരുന്ന വണ്ടികളെ പോലും കണ്ടില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്തൊരു സ്പോട്ടിൽ നിർത്തി ഗൈസ്. ഇത് നാഷണൽ ഹൈവേ റോഡാണ്. ഇത് നോക്ക് ഗൈസ്, ആ വെള്ളച്ചാട്ടം നോക്ക് ഗൈസ്, ഏത് മനോഹരം അതല്ലേ. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകാം ഗൈസ്. കം ഓൺ ഗൈസ്. എന്തോ പെരിയകുളം വാട്ടർഫോൾസ് അങ്ങനെ എന്തുകൊണ്ടാ പേര്? സൊലച്ചി. മോനെ ഏത് രസം. എങ്ങോട്ടേ വെള്ളം ഫുള്ളും മഞ്ഞ് കൂടി കിടക്കും. സത്യം പറഞ്ഞാൽ കുറച്ച് മഞ്ഞ് കുറവുണ്ടെങ്കിൽ ഫുള്ള് കാണായിരുന്നു വ്യൂ. പക്ഷെ മഞ്ഞളൊന്നും കാണാൻ എത്രയായിട്ട് ക്യാമറയൊക്കെ എന്തായാലും കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ ഗ്യാപ്പ് റോഡൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് കയറി. കൊടൈക്കനാൽ പോവാൻ ബ്രൗണി കഴിക്കാൻ കയറിയില്ലേ? ഇത് തമിഴ്നാട് സ്പെഷ്യൽ ബട്ടർ ബൺ. എന്താ പറയാനുള്ളത്? നമ്മൾ തമിഴ്നാട് ബോർഡർ കടന്നു. ഇപ്പൊ നമ്മളൊരു കടയിൽ ഫ്രഷ് ആക്കാൻ വേണ്ടി കയറി. വ്ളോഗ് ഹായ് പറ. ഹായ്. ചിക്കൻ കാൽ പപ്സ് അല്ലേ? ചിക്കൻ കാലിൻ്റെ പപ്സ് കൊള്ളാവോ? അടിപൊളി ടേസ്റ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാം. കിടലും വടയും നല്ല ചമ്മന്തിയും പിന്നെ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മൾ
റെയിൻബോ കേക്ക് മേടിച്ചു. എങ്ങനെ ഉണ്ട്? അതിലെ ക്രീമാണ് ട്രൈ ചെയ്ത്, ഉരുന്നോട ട്രൈ ചെയ്ത്, ഇത് ട്രൈ ചെയ്ത്, ചിക്കൻ പപ്സ് അത് കാണിച്ച്, ചിക്കൻ ട്രൈ ചെയ്ത്, ബ്രൗണി ട്രൈ ചെയ്ത്, ബ്രൗണി ഇപ്പൊ ഇവിടെ ഉള്ള മിക്ക സാധനങ്ങളും ട്രൈ ചെയ്ത്. അപ്പോൾ ഇനി നേരെ കൊടൈക്കനാൽ സെറ്റ്. സെക്കൻഡ് പാർട്ട് ഇവിടെ തീരുന്ന തേർഡ് പാർട്ട് കൊടൈക്കനാൽ എത്തുമ്പോൾ കാണാം.